എന്റെ പേര് ജോസ്. രമേശേട്ടാ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവളെ പറ്റിയിട്ടാണ്. അവളുടെ പേര് പ്രിയ. ഞാൻ അവളിൽ പെട്ടുപോയതാണ് രമേശേട്ടാ. ഞാൻ പ്രിയപ്പെട്ടവൻ ജോസ്. പ്രിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവൾ എന്തുകൊണ്ടാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നിങ്ങൾക്ക് അറിയോ? കാരണം എന്റെ ആരോഗ്യ കാര്യങ്ങളിൽ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ച് എന്നോട് വന്ന് പറയുന്നത് അവളാണ്. അവൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, എടാ ഇത്രയ്ക്കായിട്ട് നിന്റെ ഞരമ്പിന്റെ അസുഖം മാറിയില്ലടാ, ഇന്ന് ഞാൻ എത്ര വട്ടാരെ വിളിക്കണു, നിനക്ക് എന്താ ചെവി കേട്ടൂടെ, നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ ജോസേ, നീ എന്തൊക്കെയാടാ കാണിക്കണേ, നിനക്കെന്താ വയ്യേ? ഇങ്ങനെ എന്റെ ഹെൽത്ത് ഇത്രയും കെയർ ചെയ്യുന്ന അവളല്ലേ ചേട്ടാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അവളുടെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? അവളുടെ പല്ലുകളാണ്. കാരണം അവള് ചിരിക്കുമ്പോഴാണ് അവളുടെ പല്ലുകൾ മൊത്തമായിട്ട് കാണാറുള്ളത്. അവളുടെ ചിരി എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അവളെ അതിശയിച്ചിനെ പോലെ ഒന്ന് ചിരിച്ച. എനിക്ക് അവളുടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത അവളുടെ നാക്കാണ്. ഇങ്ങനെ ചലച്ചോണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നിന്നെ നാക്കു നീ തൊള്ളയിലോട്ടൊന്നും മിണ്ടാണ്ടിരിക്കോ മോളേന്ന്. രമേശേട്ടാ അവളത് കേട്ട് അവളോട് ഇപ്പൊ സംസാരിച്ചിട്ട് 2 കൊല്ലായി. ഇത്രയും അനുസരണയുള്ള ഒരു പെൺകുട്ടിയാണ് അവളെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരി ചേച്ചി, എനിക്കും ഗേൾസോടെ മനസ്സ് പുരിയല്ലേ? ഐ ഡോണ്ട് മനസ്സിലാവൽ വൈശീച്ചിയിൽ അങ്ങനെ ഐ എം ജസ്റ്റ് പറയലേ, യുവർ ടങ്ക് യുവർ തൊള്ള ജസ്റ്റ് അടച്ചിട്ട് പൂട്ടൽ, ബട്ട് ഷീ ഡിഡ് ലൈഫ് ലോങ് ടോക്ക് കണ്ടിരിക്കല്. എന്താണിത്? ഇവളെങ്ങാനും മിണ്ടാണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ ഒരക്ഷരം സംസാരിക്കില്ല. ഞാൻ ഓൾറെഡി മിണ്ടാണ്ടായില്ലേ, പിന്നെ എങ്ങനെ സംസാരിക്കുക? ഇവള് മിണ്ടാണ്ടായ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ റീലൊക്കെ കാണാൻ തീരുമാനിച്ചു. ഇവള് മിണ്ടാണ്ടായ വിഷമം വന്നല്ലോ. അങ്ങനെ ഞാൻ റീൽ എടുത്തപ്പോ ആദ്യം വന്ന റീല്, മിണ്ടി മിണ്ടി മിണ്ടാതായവരാണോ നിങ്ങൾ? അപ്പൊ തന്നെ സ്ക്രോൾ ചെയ്തു. അപ്പൊ അടുത്ത റീല്, നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു പെൺ സുഹൃത്ത്? അവസാനം റിലാക്സ് ആവാൻ വേണ്ടി കയറി ഞാൻ ഡിപ്രഷൻ അടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് നമ്മളോട് മിണ്ടാണ്ടാവുന്നതാണ്. നമുക്ക് പ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മളൊരു പ്രാന്തനായിട്ട് മാറും. എന്ന് വെച്ചാൽ ഞാനിപ്പോ ഭ്രാന്തനാണെന്നല്ലാട്ടാ. 2 ഷോക്ക് അടിച്ചപ്പോ എന്റെ ഭ്രാന്തൊന്നും മാറി. ഇപ്പൊ ഭ്രാന്തൊന്നുമില്ല, ഞാൻ നോർമലാണ്. ഇവളുടെ പിണക്കം ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ അവളെ കോൾ ചെയ്യാനൊന്നും പോയില്ല. കാരണം അവളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക. വോയിസ് അയക്കാനും നിന്നില്ല, കാരണം അവള് കേക്കില്ല. ഞാൻ ടൈപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അവളോട് ടൈപ്പാണേ. ടൈപ്പ് ചെയ്ത് എന്റെ പൊന്നു രമേശേട്ടാ, ഞാനിപ്പോ ഒരു ടൈപ്പിംഗ് നിശ്ചയം പോലെയാണ്. ഉറക്കത്തിൽ കിടന്നുറങ്ങും വരെ ഞാൻ അവൾക്ക് ടൈപ്പ് ചെയ്യും, സോറിയടി മിണ്ടടി, സോറിയടി മിണ്ടടി, സോറിയടി മിണ്ടടി. എന്നിട്ട് ഒരു കിണ്ടി നടന്നിട്ടില്ല. ഞങ്ങളുടെ ലൈഫിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. 2 പേരും തമ്മിൽ പിണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അവരുടെ ഈഗോ വിട്ടു വന്ന് നമ്മളോട് സോറി പറയണമെന്ന്. നിങ്ങൾ തമ്മിലൊരു ഡീലില്ലേ? രമേശേട്ടനും വൈഫ് നമ്മളൊരു ഡീൽ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഡീല് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ പ്രശ്നം വന്നപ്പോ എന്റെ ഈഗോ വിട്ട് അവളോട് സോറി പറഞ്ഞു ഞാൻ പാതാള കുഴി വരെ എത്തി രമേശേട്ടാ. എന്നിട്ട് കഴിഞ്ഞ ഓണത്തിന് മാവിലടൊപ്പാണ് ഞാൻ വന്നത്. നിങ്ങളൊക്കെ ഓണത്തിന് എങ്ങനെയാണ് വിഷ് ചെയ്തത്? ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം എന്നല്ലേ? ഞാൻ എന്താ വിഷ് ചെയ്തെന്നറിയോ? സോറി ഓണം, ക്ഷമിച്ചോണം, മിണ്ടിക്കോണം എന്നാണ്. അവളൊരു പണ്ട് എന്നോട് ഒരു ദിവസം ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന്. ഞാൻ പറഞ്ഞു, ലൈഫിൽ ഫുള്ള് സ്ട്രെസ്സാണടി, എനിക്ക് മനസ്സ് തുറന്നൊന്ന് പൊട്ടിക്കരയണം, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം. അപ്പൊ അവള് പറഞ്ഞു, അത് എന്തെങ്കിലും നടക്കൂടാന്ന്. ആഗ്രഹം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് രമേശേട്ടാ. കാരണം ഉണ്ടല്ലോ, ഞാനിപ്പോ ഡെയിലി അവളും മിണ്ടാണ് ഇപ്പൊ കരച്ചിലാണ്. കണ്ണിനൊക്കെ ലൂസ് മോഷൻ വരുന്ന ഞാൻ മനസ്സിലാക്കിയത് അവളെന്നോട് മിണ്ടാണ്ടായിപ്പോളാണ്. ഇത് നിക്കണ്ടേ, വന്നോണ്ടിരിക്കുകയാണ്. ഇവള് പറയാറുള്ളത് ഇവൾക്ക് ഭയങ്കര മൂഡ് സിങ്സ് ആണെന്നാണ്. ഇവിടെ എന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, എടാ എനിക്ക് നിന്നെപ്പ കാണണം, നിന്നെ കണ്ടില്ലെങ്കിൽ പ്രാന്താവും, നീ ഒന്നും വാടാ അല്ലെങ്കിൽ എനിക്ക് പ്രാന്താവും എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവളിത് പറഞ്ഞിട്ട് 100 പെട്ടപ്പിച്ച് അവളെ കാണാൻ ചെന്ന് അവളെ കൺമുമ്പിൽ ഇപ്പൊ അവള് പറയാ, നീ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്, എനിക്ക് നിന്റെ കമ്മൊക്കെ കാണാൻ മുമ്പ് പോടാന്ന്. ഹരിശ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേൾസോട് മനസ്സിക്ക് പുരിയല്ലേ. ഈ ഗേൾസ് ഉണ്ടല്ലോ നമ്മളെ ഒരുപാട് സ്നേഹിക്കും, പക്ഷെ നമ്മള് ഒരു തരി പോലും ഒരു മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. ഒരു ദിവസം ദൈവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ഈ ലോകത്ത് എന്ത് നടക്കാത്ത കാര്യങ്ങൾ നീ ചോദിച്ചോ, നിനക്ക് അത് നടത്തി തരുന്ന്. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ആൺകുട്ടിയെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചു തരുമെന്ന്. ദൈവം അപ്പൊ തന്നെ അപ്രതീക്ഷിതമായി. അതിനുശേഷമാണ് ദൈവം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാതിരുന്നിട്ടുള്ളത്. ഇവളുടെ ബർത്ത് ഡേറ്റ് മറന്നു കഴിഞ്ഞാൽ കാര്യച്ച് ഞാൻ അവളുടെ പീരീഡ്സ് ഡേറ്റ് മറക്കില്ല. കാരണം ഒരുപാട് നീർന്ന ഓർമ്മകൾ ഇപ്പോഴും എന്റെ ദേഹത്ത് കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു ബ്ലഡ് റിലേഷൻ തന്നെയുണ്ട്. കാരണം എന്റെ ഒരുപാട് ചോര അവള് തെറിപ്പിച്ചിട്ടുണ്ട്. ഈ ലൈഫില് ഗ്യാരണ്ടി ഇല്ലാത്ത 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് മുക്കുപണ്ടും, പിന്നെ ഒന്ന് ഗേൾഫ്രണ്ടും. ഇവരുടെ മാറ്റ് കുറഞ്ഞ് എപ്പോഴാണ് നമ്മളെ വിട്ടുപോകാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇത്ര നേരം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കിപ്പോ അവളെ വിളിക്കാനോ കോൾ ചെയ്യാനോ ഒന്നും പറ്റണില്ല. കാരണം അവളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ അവള് നമ്മുടെ ഈ പരിപാടി കാണാറുണ്ട്. അപ്പൊ ഇത് കാണുന്ന പ്രിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ,
നീ ദയവ് ചെയ്ത് വന്ന് മിണ്ടേ, എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് കാണുമെങ്കിൽ ഒന്ന് പറയട്ടെ അവളൊന്നും മിണ്ടാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഈ ബേബി സാറിന്റെ ഈ സെറ്റപ്പും നിങ്ങളുടെയൊക്കെ സമയവും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ ക്ഷമയോടെ ഞാൻ നിർത്തുന്നു. പക്ഷെ ഗേൾസ് ഉണ്ടല്ലോ, നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ, ഒരു ബായ് പോലും പറയാതെയാണ് നമ്മൾ വിട്ടുപോവുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ബായ് പറഞ്ഞിട്ടേ പോവുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് ജോസ്, ബൈ.